ഹലോ ഫ്രണ്ട്സ്, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. 2026 നിയമനങ്ങളും ഭരണരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനുവരി മുതൽ ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഷാനിമോൾ ഉസ്മാൻ. ഇത് ഓർത്തു വയ്ക്കാൻ നിയമസഭയിലെ ഡെപ്യൂട്ടിമാരെ എപ്പോഴും ഉഷാറായി നോക്കണം, അല്ലെങ്കിൽ ഷാനിമോൾ സ്പീക്കറാകും. അങ്ങനെ ഓർത്തു വയ്ക്കാം. ഓക്കെ. കേരളത്തിന്റെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം ശ്രീറാം സാംബശിവ റാവു. എങ്ങനെ ഓർത്തു വയ്ക്കാം? എക്സൈസ്, അതായത് ലഹരി വിരുദ്ധ വകുപ്പ്, എക്സൈസ് വകുപ്പ് ഭരിക്കാൻ ശ്രീരാമനെ പോലെ ഒരു ഉത്തമ പുരുഷൻ വേണം. അങ്ങനെ ഓർക്കാം, ശ്രീറാം സാംബശിവ റാവു. ഇന്ത്യയുടെ 3ാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യ. ഇതോർത്തു വയ്ക്കാൻ സംയുക്ത സൈനിക മേധാവിയാണ്, അതായത് 3 സൈന്യങ്ങളുടെയും മേധാവിയായിട്ട് വന്നത്. 3 സൈന്യങ്ങളുടെയും മേധാവിയാണ് രാജാവ്. ഓക്കെ, അങ്ങനെ ഓർത്താം, NS രാജസുബ്രഹ്മണ്യ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമാകുന്ന വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആര്? ഉത്തരം ജോറം അനിയ. ഇതെങ്ങനെ ഓർത്തു വയ്ക്കുക? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല ജോറായി ഒരു അനിയ നീതി ആയോഗിൽ എത്തി. ജോറാം അനിയ. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആര്? ഉത്തരം RM നാച്ചമ്മൈ. ആണവ നിലയം കെയർലെസ്സായി നോക്കിയാൽ വലിയ നാശമുണ്ടാകും. നാശം റിലേറ്റ് ചെയ്യാൻ നാച്ചമ്മ. ഓക്കെ. 2026 മാർച്ചിൽ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം KG സനൽകുമാർ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ ഇതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ആര്? ഉത്തരം ദീപക് ഗുപ്ത. ഗ്യാസ് സിലിണ്ടർ കത്തിക്കുമ്പോൾ നല്ല ദീപം ഉണ്ടാകണം, നല്ല വെളിച്ചമുണ്ടാക്കണം. അങ്ങനെ ദീപക് ഗുപ്ത. ചൈനയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം വിക്രം ദൊരൈസ്വാമി. ചൈനക്കാരുടെ അടുത്തേക്ക് ഇന്ത്യയിൽ നിന്ന് പോയത് നല്ല ധൈര്യമുള്ള ഒരു സ്വാമിയാണ്, ദൊരൈസ്വാമി. അടുത്തിടെ ഏത് സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്ത് നിന്നാണ് ഡോക്ടർ CV ആനന്ദബോസ് രാജിവെച്ചത്? ഉത്തരം പശ്ചിമ ബംഗാൾ. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി വിരമിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ആര്? കൃഷ്ണ സ്വാമിനാഥൻ. എങ്ങനെ ഓർക്കാം? കടലിലെ വലിയ നാവികപ്പടയെ നയിക്കാൻ സാക്ഷാൽ കൃഷ്ണ സ്വാമിനാഥൻ തന്നെ വന്നു. മേഘാലയയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ഉത്തരം ജസ്റ്റിസ് രേവതി മോഹിത്തെ ദേരൈ. ബാറിൽ നിന്ന്, അതായത് അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയാകുന്ന 2ാമത്തെ വനിത ആര്? 12ാമത്തെ വനിതാ ജഡ്ജിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയാകുന്ന 2ാമത്തെ വനിതയാണ്. ഉത്തരം ജസ്റ്റിസ് വെങ്കിട സുബ്രഹ്മണ്യ മോഹന. സുപ്രീം കോടതിയിലേക്ക് മോഹനമായി നടന്നു കയറിയ 2ാമത്തെ വനിത വെങ്കിട സുബ്രഹ്മണ്യ മോഹന. ആദ്യത്തെ ആൾ ഇന്ദു മൽഹോത്ര ആയിരുന്നു. നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി അധിക ചുമതല നൽകപ്പെട്ടത് ആർക്കാണ്? ഉത്തരം നിധി ഛിപ്പർ. നീതി ആയോഗിന്റെ ഫണ്ട് എന്ന നിധി കാത്തുസൂക്ഷിക്കുന്ന ഇടക്കാല മേധാവി നിധി ഛിപ്പർ. കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ശശി ശേഖർ വെമ്പതി. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സൈബൽ ചതോപാധ്യായ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൂട്ടാൻ വലിയ ഉപാധ്യായന്മാർ തന്നെ വരണം. സൈബൽ ചതോപാധ്യായ. 2026 ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റി ചെയർമാനായി നിയമിതനായത് ആര്?
ഉത്തരം ഉദയ് കോട്ടക്. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഡോക്ടർ VP ജോയ്. ശമ്പളം കൂട്ടിക്കിട്ടുമ്പോൾ ജീവനക്കാരുടെ മനസ്സിൽ വലിയ ജോയ് ഉണ്ടാകും. VP ജോയ് ആണ് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പുതിയ ചെയർമാൻ. KSRTCയുടെ സ്ഥിരം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആര്? പ്രമോദ് ശങ്കർ. KSRTC ബസ് പ്രൊമോട്ട് ചെയ്യാൻ വന്ന പുതിയ മാനേജർ പ്രമോദ് ശങ്കർ. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം KS ഹംസ. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആരാണ്? ഉത്തരം VP സാനു. മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായ കേരള ഹൈക്കോടതി ജഡ്ജി ആര്? ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി. എങ്ങനെ ഓർക്കാം? മദ്രാസിൽ പോയി ധർമാധികാരി പാലിക്കാൻ പോയ ജഡ്ജി, മദ്രാസിൽ പോയി ധർമ്മം പാലിക്കാൻ പോയ ജഡ്ജി എന്ന് ഓർക്കാം. ഉത്തരം സുശ്രുത് അരവിന്ദ് ധർമാധികാരി. ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ദി ലോ ഓഫ് ദി സീയിലെ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ? ഉത്തരം ബിമൽ പട്ടേൽ. ഇത് ഓർത്തു വയ്ക്കാൻ ജസ്റ്റ് ബിമൽ പാൻ മസാല തിന്നുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു. എന്തിനാ? കടലിലെ തർക്കം പരിഹരിക്കാൻ ബിമൽ എന്ന പാൻ മസാല തിന്നുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു എന്ന് വെറുതെ ഓർക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രിയായി 2026 മെയ് മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രശസ്ത ചലച്ചിത്ര താരം ആരാണ്? സി ജോസഫ് വിജയ്. 2026 മെയ് മാസത്തിൽ പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഉത്തരം സുവേന്ദു അധികാരി. ബംഗാളിൽ BJPക്ക് വലിയ അധികാരി നേടിക്കൊടുത്ത പുതിയ മുഖ്യമന്ത്രി. 2026 മെയ് മാസത്തിൽ ആസാമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ഉത്തരം ഹിമാന്ത ബിശ്വ ശർമ്മ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ആരാണ്? N രംഗസ്വാമി. 2026 മാർച്ചിൽ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ യുവ നേതാവ് ആരാണ്? ഉത്തരം ബാലേന്ദ്ര ഷാ. നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ ഭരിക്കാൻ നല്ല ബാല്യവും കരുത്തുമുള്ള ഷാ വന്നു. ഗോവയിൽ നടക്കുന്ന 57ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഫെസ്റ്റിവൽ ഡയറക്ടറായി ചുമതലയേറ്റ പ്രശസ്ത സിനിമാ സംവിധായകൻ ആരാണ്? ഉത്തരം അശുതോഷ് ഗവാരിക്കർ. 2026 ജൂൺ മാസം ആരവല്ലി മലനിരകളുടെ നിർവചനം പരിശോധിക്കാൻ സുപ്രീം കോടതി നിയമിച്ച ഉന്നതാധികാര വിദഗ്ധ സമിതി അധ്യക്ഷ ആരാണ്? ഉത്തരം കാഞ്ചൻ ദേവി. 2026 ജനുവരിയിൽ മെറ്റ കമ്പനിയുടെ പുതിയ പ്രസിഡന്റും വൈസ് ചെയർമാനുമായി നിയമിതയായത് ആര്? ദീന പവൽ മക്കോർമിക്. കർണാടക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഉത്തരം സിദ്ധരാമയ്യ. റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിച്ച ചരിത്രത്തിലെ ആദ്യ വനിതാ ഉദ്യോഗസ്ഥ ആരാണ്? ഉത്തരം സിമ്രാൻ ബാല. 2026 ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനത്തിന് വേദിയായ നഗരം? ന്യൂഡൽഹി. കർണാടക സർക്കാർ ഗിഗ് ജീവനക്കാരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച പുതിയ ബോർഡിന്റെ പേരെന്ത്? ഗിഗ് വർക്കർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ്. 2026 മാർച്ചിൽ ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ജോൺ ലപ്പോർട്ട. 2026 മാർച്ചിൽ അന്തരിച്ച മതേതര ദേശീയതയുടെ അമരക്കാരനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്? ഉത്തരം KP ഉണ്ണികൃഷ്ണൻ.
2026 ജൂൺ മാസം അന്തരിച്ച പ്രശസ്ത കവിയും പത്മശ്രീ ജേതാവുമായ സാഹിത്യകാരൻ ആരായിരുന്നു? പി. നാരായണക്കുറുപ്പ്. കർണാടകയിൽ ഗിഗ് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച മാസം ഏതാണ്? 2026 മെയ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത പാർട്ട് ജനക്ഷേമ പദ്ധതികളും മൊബൈൽ ആപ്പുകളെയും കുറിച്ച് ഒരു വീഡിയോ ഉടനെ ഇടുന്നതാണ്. അതും ഇതുപോലെ ട്രിക്കുകൾ വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.